അടിപൊളി. പിന്നെ പുതിയ അടുത്തൊരു വില്ലന്റെ എൻട്രി ആണെന്ന് തോന്നുന്നു. പുഷ്പ 3-ക്കുള്ളൊരു ഇത് ഇട്ടിട്ടുണ്ടല്ലേ? പുഷ്പ 3-ലേക്ക് ഒരു വില്ലന്റെ അടുത്ത വില്ലനാണെന്ന് തോന്നുന്നു. ഫഹദ് ഫാസിലിനെ ഒന്നും കാണാനില്ല. അവസാനം തപ്പി നോക്കിയിട്ട് പോലും ഫഹദ് ഫാസിലിന്റെ പൊടി പോലും ഇല്ല. അപ്പൊ പുഷ്പ 3 ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. പുഷ്പ 3 അല്ല, ഇനി തെലുങ്കന്മാരെ പടം കാണാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട് അല്ലു അർജുന്റെ എങ്ങനെയുണ്ട്? ഫഹദ് ഫാസിലൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. എനിക്ക് പക്ഷേ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് പുഷ്പയാണ്. പുഷ്പ 2 കൊള്ളാം, നല്ല മൂവിയാണ്. ഫഹദ് ഫാസിലിന് എല്ലാവർക്കും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് അഭിനയിക്കാൻ. പിന്നെ ഒരു അടുത്ത പാർട്ടിലോട്ടുള്ള ലീഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. വലിയ ലാഗ് അങ്ങനെയൊന്നുമില്ല. പുഷ്പയുടെ കാണാം. പക്ഷേ എനിക്ക് പേഴ്സണലി പുഷ്പയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് കൊള്ളാം. മറ്റേതിൽ സ്പേസ് കുറവില്ല പുഷ്പയിൽ. ഇതിൽ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. പിന്നെ പുതിയ അടുത്തൊരു വില്ലന്റെ എൻട്രി ആണെന്ന് തോന്നുന്നു. പുഷ്പ 3-ക്കുള്ളൊരു ഇത് ഇട്ടിട്ടുണ്ടല്ലേ? പുഷ്പ 3-ലേക്ക് ഒരു വില്ലന്റെ അടുത്ത വില്ലനാണെന്ന് തോന്നുന്നു. വില്ലന്റെ ഒരു എൻട്രി ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം, നല്ല മൂവിയാണ്. വിജയ് ദേവർകൊണ്ടയുടെ പേരൊക്കെ വെച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവർകൊണ്ട നമുക്ക് അറിയത്തില്ല, അങ്ങനെ കാണിക്കുന്നില്ല. ഒരാളാന്നെ കാണിക്കുന്നുള്ളൂ, അല്ലാതെ കാണിക്കുന്നത്. ബെസ്റ്റ് ആയിട്ട് തോന്നിയത് എന്താണ് പുഷ്പ 2-ല്? പുഷ്പ 2-ല് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് വെച്ചാൽ ഇതിനകത്ത് കുറേ ഫൈറ്റ് സീക്വൻസും പിന്നെ പുള്ളി നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആ പടം എടുത്തതിനകത്ത് കുറേ ഇപ്പം നല്ല കുറേ തീമുകളുണ്ട്. മലയാളം ഡബ്ബ് കണ്ടപ്പോഴത്തേക്ക് മലയാളം ഡബ്ബ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പേഴ്സണലി പാട്ടിനകത്ത് ചെറിയൊരു ഇതായിട്ട് വന്നു. പക്ഷേ ഡയലോഗ് എല്ലാം പക്കയായിരുന്നു. മലയാളം പാട്ട് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ഇത് കിട്ടില്ല. തെലുങ്കും തമിഴും കിട്ടും. ഒരു പാട്ട് എല്ലാ ലാംഗ്വേജിലും മലയാളമാണെന്ന് കേട്ടോ. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് കൊള്ളായിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഡാൻസും കൊള്ളാം. എല്ലാം നല്ല ഇപ്പം അല്ലോക്ക് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ നല്ലൊരു മൂവിയാണ്. രശ്മികയുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. രശ്മികയുടെ കൊള്ളാം. മറ്റേലും രശ്മികയ്ക്ക് കുറച്ചേ ഉള്ളൂ പെർഫോമൻസ്. വലിയ ഇതിനുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം പുള്ളിക്കാരൻ നല്ലോണം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഡയലോഗ്സ് ഒക്കെ ഉണ്ടോ? കൈയടിച്ച് കാണാനുള്ള കുറച്ച് നമുക്ക് എൻഗേജിങ് ആയിട്ട് കുറച്ച് സീൻസ് ഉണ്ട്. കാരണം മീൻസ് ത്രില്ല് അടിക്കുന്ന കുറച്ച് സീൻസ് ഉണ്ട്. മൊത്തത്തിൽ കൊള്ളാം, നല്ലൊരു മൂവിയാണ്. കാണാൻ പറ്റിയ മൂവിയാണ്. 3 മണിക്കൂർ എന്നാണെങ്കിലും അതുപോലെ 3 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. ഉണ്ട് ചേട്ടാ, കാണാൻ പറ്റിയ മൂവിയാണ്. അങ്ങനെ നമുക്ക് ലാഗ് അടിക്കില്ല. കാണാൻ പറ്റിയൊരു നല്ല ഡീസൻ്റ് ആയിട്ടൊരു നല്ല മൂവിയാണ്. ഡ്യൂറേഷൻ അല്ല ഇതിനേക്കാളും നല്ല മറ്റേ ഏഷ്യാനെറ്റിലോടുന്ന സീരിയലെല്ലാം ഇട്ടുകൊണ്ട് വന്നിരുന്ന ഇതിനേക്കാളും വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റിയാണ്. പുഷ്പരാജ് അപ്പം ഞെട്ടിച്ചില്ലേ? പുഷ്പരാജ് ഞെട്ടിച്ചല്ല. അല്ലു അർജുന ഇങ്ങോട്ട് കൈ കിട്ടണം. ഇനി കൊച്ചിയിലൊന്നും വരില്ലെന്ന് പറയാം അവൻ്റെ അടുത്ത്. ഫഹദ് ഫാസിലിനെ ഒന്നും കാണാനില്ല. അവസാനം തപ്പി നോക്കിയിട്ട് പോലും ഫഹദ് ഫാസിലിന്റെ പൊടി പോലും ഇല്ല. പുഷ്പ 3 ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. പുഷ്പ 3 അല്ല, ഇനി തെലുങ്കന്മാരെ പടം കാണാൻ പറ്റത്തില്ല. ആ കന്നഡക്കാരന്മാർ KGF-ന്റെ കൂടെയൊക്കെ വില അതൊക്കെ സെക്കൻഡ് പാർട്ട് വന്നിട്ട് നമ്മൾ അത്രത്തോളം ഇത് ഇനിയും കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ തെലുങ്കന്മാരുടെ പണ്ടത്തെ ഇത് തന്നെ കൊള്ളത്തില്ലടാ. ഒരു 4 മണിക്ക് വന്നിരുന്ന് കണ്ടാണ്. 4 മണിക്ക് വന്നിട്ട് ഇവന്മാർ 3 മണിക്കൂർ 10 മിനിറ്റ് ബുക്ക് മൈ ഷോയിൽ കിടക്കുന്ന ഈ പടം ഏകദേശം 4-4.5 മണിക്കൂർമാരിട്ട് ഓട്ടിച്ചിട്ടുണ്ട്. ചോദിച്ചു നോക്കൂ, ഒരു കുഞ്ഞു നേരെ ഒന്നും പറയത്തില്ല. 4 മണിക്ക് കഷ്ടപ്പെട്ട് ഇവനൊക്കെ 10 മണിക്ക് ഷോ ഉണ്ടാക്കി ഇവിടെ. സിനിമ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട. എങ്ങനെയുണ്ട് ബ്രോ സിനിമ? എങ്ങനെയുണ്ട്? നമ്മൾ കോമ്പോയാണ്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? പടം 3 മണിക്കൂർ സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, കണ്ടോണ്ടിരിക്കാം. BGM കാര്യങ്ങളൊക്കെ അടിപൊളി. പുഷ്പ 3-ക്ക് വേണ്ടി ഒരു സാധനം ഇട്ടിട്ടുണ്ടല്ലോ. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുമോ പടം? തീർച്ചയായും ഇഷ്ടപ്പെട്ടു. 4 മണിക്ക് വന്നൊരു ഇത് നിലനിർത്തിയ പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ബ്രോ സിനിമ? എങ്ങനെയുണ്ട് ബ്രോ സിനിമ എങ്ങനെയുണ്ട്? പുഷ്പ 2 അല്ല, അത് ഫസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ വലിയ രസമില്ല. കണ്ടോണ്ടിരിക്കാം. അല്ലു അർജുൻ ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടും. അല്ലു അർജുനാണല്ലോ പൊതുവെ അറിയപ്പെടുന്നത്. അതെ, അല്ലു അർജുൻ ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടാം.